നമസ്കാരം. ഫ്ലൈയിങ് ഈഗിളിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം റൈഡാണ്. ഈ റൈഡിനൊരു പ്രത്യേകതയുണ്ട്. അതായത് സാധാരണ എൻ്റെ റൈഡുകളെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പിന്നെ ഒരു 6, 7 അല്ലെങ്കിൽ 10 പേര് ചേർന്നുള്ള റൈഡുകളാണ്. പക്ഷേ നാളത്തെ റൈഡിനൊരു പ്രത്യേകത, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതായത് കൊച്ചിയിൽ നിന്ന് BMW ഓർഗനൈസ് ചെയ്യുന്ന റൈഡാണ്. അവർ തേക്കടിയിൽ വെച്ചിട്ടാണ് ആ വെന്യൂ നിശ്ചയിച്ചിരിക്കുന്നത്. തേക്കടിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 10-15 പേരുണ്ട്. ബട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഞാനും സുമേഷുമായിട്ട് പോകാമെന്ന് വെച്ചു. പക്ഷേ സുമേഷിന് ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു പ്രശ്നമുണ്ടായി. അങ്ങനെ പുള്ളിക്കാരൻ വരുന്നില്ല. അപ്പം ഞാൻ എന്തായാലും തീരുമാനിച്ചു, എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഈ റൈഡ് ചിലപ്പോൾ മുണ്ടക്കയത്തു നിന്ന് ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്ന ഒരു ടീമുമായിട്ട് ജോയിൻ ചെയ്ത് പോകും. അതല്ല, ഞാൻ ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് തേക്കടി വരെ പോകും. ഇവിടുന്ന് കറക്റ്റ് 217 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പുനലൂർ ചെന്ന് കയറി അതുവഴിയാണ് പോകുന്നത്. സോളോ പോകുന്നത് വേറൊരു സുഖമാണ്. അപ്പോൾ അത് എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ക്യാമറയൊക്കെ എടുത്ത് സംസാരിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് പോകാം. അപ്പോൾ ആ ഒരു യാത്ര എങ്ങനെയാണെന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നാളെ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി ആ റൈഡിൻ്റെ കാഴ്ചകൾ അധികം ഇൻട്രോ പറഞ്ഞ് ആരും ബോറടിപ്പിക്കുന്നില്ല. റൈഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇനി രാവിലെ ഇറങ്ങിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ രാവിലെയായി. പ്രതീക്ഷ പോലെ തന്നെ സംഭവിച്ചു. മണി 6:30 ആകുമ്പോൾ കുഴപ്പമില്ല. ഒറ്റയ്ക്കായതുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. എല്ലാവരും അവിടെ വന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ അങ്ങനെയില്ല, ടെൻഷനില്ല. അപ്പോൾ അതുകൊണ്ട് റിലാക്സ് ചെയ്ത് പോകും. എല്ലാം റെഡിയാക്കി വെച്ചു, ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വണ്ടിയുടെ അടുത്തോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ, ഈ ലഗേജൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ വണ്ടി ആയതുകൊണ്ട് ലഗേജ് എല്ലാം അതിനകത്ത് തന്നെ ഇരുന്നോളും. ലഗേജും സെറ്റ് ചെയ്തിട്ട് നേരെ പിന്നെ ഞാൻ ഈ കാട്ടാക്കട വഴി പോകും. കാട്ടാക്കട മീൻസ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം MC റോഡ് വഴിയാണ് സാധാരണ പോകുന്നത്. അവിടെ വെഞ്ഞാറമ്മൂടിൽ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. അപ്പോൾ എനിക്ക് പോകാൻ എളുപ്പം ഇവിടുന്ന് കാട്ടാക്കടയിൽ നിന്ന് കയറി പോകാം. എല്ലാം ഏതാണ്ട് ഒരു 6-7 കിലോമീറ്ററിന് വ്യത്യാസമുള്ളൂ. പക്ഷേ ഈ റോഡ് തിരക്ക് കുറവാണ്. നമ്മുടെ ആ റോഡിൽ തന്നെ കയറി പോകാമെന്ന് വിചാരിക്കുന്നു. നേരെ പോയി നമ്മുടെ അഞ്ചൽ പുനലൂർ ബൈപ്പാസിൽ കയറും. അവിടുന്ന് നേരെ പിന്നെ സ്ട്രെയിറ്റ് റോഡ്. അപ്പോൾ എന്തായാലും യാത്ര തിരിക്കാം. എല്ലാം നല്ലതായി വരട്ടെ, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇപ്പോൾ രാവിലെ എല്ലാം സെറ്റാണ്. നമ്മുടെ ക്യാമറ എല്ലാം കൂടെ ഈ ബാഗിൽ സെറ്റ് ചെയ്തെല്ലാം. എൻ്റെ ടാബ്ലറ്റും ക്യാമറ എല്ലാം കൂടെ ഈ ബാഗിൽ സെറ്റ് ചെയ്തു. പിന്നെ ഈ ബാഗ്, ഇത് എൻ്റെ ഡ്രസ്സാണ്. അത് ഈ സൈഡിൽ വയ്ക്കാം. പിന്നെ എന്നാലും ഒരു ബോക്സ് മിച്ചമുണ്ട്. അപ്പോൾ ആ ബോക്സ് എന്ത് ചെയ്യാം? ആ ബോക്സ് ഒന്നും ചെയ്യാനില്ല. ആ ബോക്സ് അവിടെ തന്നെ ഇരിക്കട്ടെ. വേറെ എന്തെങ്കിലുമൊക്കെ ലഗേജുകൾ വരുമ്പോൾ അതിൽ വയ്ക്കാം. അപ്പോൾ റൈഡ് തുടങ്ങി ഞാനിപ്പോൾ ഏതാണ്ട് നരുവാമൂട് കഴിഞ്ഞു. നരുവാമൂട് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇത് കഴിഞ്ഞ് ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഏറ്റവും ഈ രാവിലെയുള്ള റൈഡുകളിലുള്ള പ്രശ്നമാണ് ഈ KSRTC ബസ്. എന്നാൽ അതിനെ ഞാൻ ഓവർടേക്ക് ചെയ്താൽ വീണ്ടും ഒരു പ്രൈവറ്റ് ബസ്സും കൂടെ 10-നെ ഓവർടേക്ക് ചെയ്ത് കയറി. ഈ റൈഡ് എപ്പോഴും രാവിലെ ഓടിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ആണ് റൈഡിന് വേണ്ടി. നമുക്ക് എന്താ പറയുക, ആ ഒരു ഊർജ്ജം അങ്ങനെ നിൽക്കും. അതിനുവേണ്ടിയാണ് രാവിലെ നമ്മൾ ഇറങ്ങുന്നത്. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായി, എന്നാലും പെട്ടെന്ന് ഞാൻ ദൂരം കവർ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഞാൻ എരുമേലി ഭാഗത്തെത്തി, റാന്നിയെ കഴിഞ്ഞ് എരുമേലി ഭാഗത്തെത്തി. അപ്പോൾ അങ്ങനെ അത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എരുമേലി ഇപ്പോൾ അയ്യപ്പ സീസൺ ആയതുകൊണ്ട് ഒരുപാട് തിരക്കുള്ള ഒരു റോഡാണിത്. അപ്പോൾ നമുക്കിത് കുറച്ച് മുന്നോട്ട് പോയിട്ട് വലത്തോട്ട് എടുക്കണം. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. ദീർഘദൂര യാത്രയായിരുന്നു. ഒറ്റ സ്ട്രെച്ചിലിങ് പോകുന്നു. ഗ്രൂപ്പ് റൈഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തി. എനിക്ക് തോന്നുന്നു ഞാനൊരു 2-3 മണിക്കൂറിനകത്ത് തന്നെ കുട്ടിക്കാനും കഴിഞ്ഞു. തിരക്കുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു ചായ കുടിച്ചു, നാടൻ ചായ. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ BMW നിന്ന് വന്ന ആൾക്കാരൊക്കെ പുറകിലുണ്ടെന്ന് അവരുടെ ലൈവ് ലൊക്കേഷനിൽ മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അവർ വരാനായിട്ട്. അവർക്ക് മുന്നേ ഞാൻ പോയിട്ടും കാര്യമില്ല. യാത്ര വീണ്ടും തിരിച്ചു. വീണ്ടും കാട്ടുവഴികളിലൂടെയും നല്ല റോഡുകളിലൂടെയും എല്ലാം ഇങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല വീതിയുള്ള റോഡാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന അയ്യപ്പ സീസണിലാണ്. ഇത് എരുമേലിയാണ്. എരുമേലിയിൽ നല്ല തിരക്ക് കിട്ടി. പിന്നെ ആ കാണുന്ന വഴി നമ്മൾ 1 വേ കയറി. ഇപ്പം ഞാൻ ഏതാണ്ട് ഇപ്പം 1 വേ കയറി എരുമേലി പാസ് ചെയ്തു. എരുമേലി പാസ് ചെയ്യുന്ന വരെ നല്ല ബുദ്ധിമുട്ടായിരുന്നു.
ഇപ്പം തന്നെ നമ്മളിപ്പോൾ എരുമേലിയിൽ പരമ്പരാഗത പാത എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ വഴിയാണ് കടന്നു പോകേണ്ടത്. നേരെ ഇതുവഴി നേരെ നമ്മൾ ഇനി മുണ്ടക്കയം വഴി പിന്നെ കുമളി ഹൈവേയിൽ കയറും. ഇപ്പം ഞാൻ കുമളി ഹൈവേയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ റൂട്ടാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാരുടെ തിരക്ക് വരുന്നത്. ഇപ്പം കാര്യം അയ്യപ്പ സീസണിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും വരുന്നതെല്ലാം ഈ റൂട്ടാണ്. വളരെ സൂക്ഷിച്ച് വേണം ഈ സമയത്തൊക്കെ നമ്മൾ റൈഡ് ചെയ്യാനായിട്ട്. ഞാൻ വളരെ സൂക്ഷിച്ച് തന്നെയാണ് പോകുന്നത്. എന്നാലും ആരെങ്കിലും അയ്യപ്പ സീസണിൽ ഇങ്ങനെയുള്ള ഈ റൂട്ട് പോകുന്നവരുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂടെ വന്ന ഒരു വണ്ടി, നമ്മുടെ BMW നിന്ന് എറണാകുളത്ത് നിന്ന് വന്ന വണ്ടി ആക്സിഡൻ്റായി. അത് ഞാനിപ്പോൾ അറിഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാനിപ്പോൾ എന്തായാലും പോവുകയാണ്. തിരികെ അവർ പുറകെ എത്തും. അപ്പോൾ ഞാൻ നേരെ റിസോർട്ടിലോട്ട് പോകുന്നു. ഇതാണ് ഈ വഴിയാണ് ഞങ്ങൾ ഇപ്പം റിസോർട്ടിലോട്ട് പോകേണ്ടത്. റിസോർട്ട് കാണുന്നതാണ് റിസോർട്ട്. ഞാനിതാ ഇപ്പം അതിനകത്ത് കയറിയപ്പോൾ സെക്യൂരിറ്റി റിസപ്ഷൻ കാണിച്ചു തന്നു. അങ്ങനെ നേരെ ബൈക്ക് കൊണ്ടുപോയി റിസപ്ഷൻ്റെ ആ സൈഡിലൊരു പാർക്കിംഗ് ഉണ്ട്, ആ ഏരിയയിൽ വച്ചു. നല്ല ആംബിയൻസ് ഉള്ള നല്ല റിസോർട്ടാണ്. ഫ്രണ്ടൊക്കെ കാണാൻ ആ റിസപ്ഷൻ ഏരിയയൊക്കെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കുണ്ട്. എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ ഒരു സ്റ്റാർ കാറ്റഗറിയിൽപ്പെട്ട ഒരു റിസോർട്ടാണ്. സ്റ്റാഫുകളെല്ലാം വളരെയധികം നല്ല സർവീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് പൊട്ടൊക്കെ തൊട്ടാണ് എന്നെ സ്വീകരിച്ചത്. ഞാൻ സാധാരണ അമ്പലത്തിൽ പോയാലും പൊട്ടിടാറില്ല, അതായത് ചന്ദനം ഇടാറില്ല. പക്ഷേ ഇവിടെ ചന്ദനം അവരിട്ടു. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അവരെ ചന്ദനം ഇട്ട് വയ്ക്കും. ഈ നടന്നു പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ഈ കണ്ട നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. നല്ല അടിപൊളി വ്യൂ ഉള്ള റൂം തന്നെ കിട്ടി. നല്ല രസമുണ്ട് കേട്ടോ അവിടെ. ആ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, നല്ല വ്യൂ ഉണ്ട്. രാത്രി നല്ല തണുപ്പെന്നാണ് പറയുന്നത്. നോക്കാം. ഈ വർഷമാണ് ഇത്രയും തണുപ്പെന്ന് ഇവർക്കൂടെ. നല്ല പ്രോപ്പർട്ടി, കുഴപ്പമില്ല. കുളിച്ച് ഫ്രഷായി റെഡിയായി നിൽക്കുന്നു. നമ്മുടെ ബൈക്ക് ടീംസ് ഒന്നും എത്തിയിട്ടില്ല. എന്താണെന്ന് അറിയില്ല. അവർ ആക്സിഡൻറ്റിന് ശേഷം എന്തൊക്കെയോ സംഭവിച്ചു, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അപ്പോൾ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് ഒന്നുകൂടെ വിളിച്ചു പോകണം. ഫുഡ് കഴിക്കാൻ, ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. ഒന്ന് ലഞ്ച് കഴിച്ചിട്ട് വന്നിട്ട് കിടന്ന് ഒരു ഉറങ്ങി കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോഴത്തേക്ക് അവരെത്തും. എന്തായാലും ലഞ്ചൊന്ന് പോയി കഴിക്കാം, വിശക്കുന്നുണ്ട്. മണി ഇപ്പോൾ 2 കഴിഞ്ഞ്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് അങ്ങനെ ക്ഷീണമൊക്കെ മാറി ഇവിടെ താഴേക്ക് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ചുരുക്കി പറഞ്ഞാൽ രാവിലെ 6:45 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒറ്റയ്ക്കായതുകൊണ്ട് വലുതായിട്ട് സ്റ്റോപ്പുകളൊന്നും എടുത്തില്ല. 1-2 ബ്രേക്ക് മാത്രം എടുത്തു. ഒരിക്കൽ പെട്രോൾ ഫില്ല് ചെയ്യാനും പിന്നെ ബാറ്ററി മാറാൻ ഒരു ചായ കുടിക്കാൻ 3 ബ്രേക്ക് എടുത്തു. മീൻസ് ഒരിക്കൽ പെട്രോൾ അടിക്കാനാണ്. അപ്പം ഒരു 4 മണിക്കൂറൊക്കെ മതിയാവും ഇവിടെ വരാനായിട്ട്. പക്ഷേ ഇടയ്ക്ക് ഞാൻ അവരെ കൊച്ചിയിൽ നിന്ന് വരുന്ന അവരെ പിന്നെ BMW മറ്റേ ടീമിനെ കാത്ത് ഞാൻ കുറേ സമയം നിന്നു. അവരെ കണ്ടില്ല, വന്നില്ല. അവരിപ്പോഴും എത്തിയിട്ടില്ല. അപ്പോൾ അതിലൊരു വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ വണ്ടി RSIയിൽ കയറ്റി വിടാനും ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് അവർ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പം മീൻസ് അവർ എനിക്ക് തോന്നുന്നു തിരിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ലഞ്ച് ഞാൻ പറഞ്ഞില്ലേ, ലഞ്ച് ഇവിടെ വലിയൊരു വെറൈറ്റീസൊന്നുമില്ല. ചോറും 2 കറികൾ, കുറച്ച് ഫിഷ്, ചിക്കൻ, ഇതേ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ദൂരമാണ്. അപ്പോൾ ഇവർ ബുഫയുടെ ഇത് വച്ചേക്കുന്നതും നമ്മൾ ഇരിക്കുന്നതുമായിട്ട് കുറേ ദൂരമുണ്ട്. അപ്പം ഇങ്ങനെ പോയിട്ട് വരണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. വേറെ പ്രോപ്പർട്ടി ഈ ഒരു മൊത്തം ആംബിയൻസ് ഒക്കെ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഇത്രയും ഒരു ചാർജിന് അനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും സ്റ്റാഫുകൾ താഴേക്കുള്ള ആ ഒരു നല്ല പെരുമാറ്റമാണെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാൻ പോയെടുത്ത അവരത്ര നല്ലൊരു സർവീസായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളം കൊണ്ടുവരികയും പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നൊക്കെ ചോദിക്കാനൊക്കെ ആൾക്കാർ വരും. ബട്ട് ഇന്ന് അവിടെ അങ്ങനെയൊന്നും വന്നിട്ടില്ല.
പ്രത്യേകിച്ചും ഇവിടെ ഇപ്പോൾ ഗസ്റ്റുകൾ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ പോയി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ വന്നു. ഇതുവരെ അതാണ് ഇതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇനിയിപ്പം ഇന്നത്തെ ഷൂട്ടിങ്ങേ ഉള്ളൂ. ഇനി അവർ വരുന്നതും കാണിച്ച് വൈകുന്നേരം കുറച്ച് കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട് താഴെ. അത് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, മറ്റേ ഈ മോഹിനിയാട്ടമൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് പോയി കണ്ട് പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാം. എന്നിട്ട് നാളെ രാവിലെ എണീറ്റ് പോകാമെന്നുള്ള ഒരു ഉച്ചയ്ക്ക് മുമ്പ് എത്തണം വീട്ടിൽ. അത് കണക്കാക്കിയുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് വരിക എന്നുള്ളൊരു സുഖമാണ്. നമ്മളെ തന്നെ നോക്കണം. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിർത്താം, ഇഷ്ടമുള്ളിടത്ത് പോവാം, ഫുഡ് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാം. അതൊരു വേറൊരു സുഖം. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പം ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങാം. അപ്പോഴത്തേക്കും അവർ വരും, ബാക്കി അവർ വന്നിട്ട്. ഇവിടെ വയ്ക്കാമല്ലോ. എവിടെ പോകും? നിങ്ങൾ അങ്ങ് അമേരിക്കയിൽ കൊണ്ട് ടൈം എടുത്തല്ല ആണല്ലേ? അപ്പോൾ അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വരാം. ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞു, അതും നോക്കാം. ഇവരിപ്പം നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഒന്ന് പോയി അവർ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊന്നു. ഞാനിവിടെയൊക്കെ പോയിട്ടുള്ളതായതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല. ഇവിടെ എന്താണ് പ്രോഗ്രാം നോക്കട്ടെ മാത്രമേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. രാവിലെ മണി 6:30 കഴിഞ്ഞു. ഇതാണ് കാഴ്ചകൾ. ഞാൻ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് ഡ്രസ്സൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ എല്ലാവരും വന്നു, കണ്ടു, എല്ലാവരും പരിചയപ്പെട്ടു. ഇതുവരെ കാണാത്ത ആൾക്കാരായിരുന്നു. എല്ലാവരും നല്ല മനുഷ്യർ. എല്ലാവരെയും പരിചയപ്പെട്ട് ഇപ്പം ഞാൻ പതിയെ വണ്ടി എടുത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കൊക്കെ വീട്ടിലെത്താൻ പറ്റും. ഓക്കെ. മാത്രമല്ല ഇവിടെ അയ്യപ്പന്മാരുടെ വണ്ടികളുടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അത് തിരക്കൊരു മുമ്പായിട്ട് ഈ ഒരു ഹൈ റേഞ്ച് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ രാവിലെ തിരിക്കാമെന്ന് വിചാരിച്ചു. ഒന്നും ചെയ്യാനില്ല ഇവിടെ. അവരൊക്കെ എണീക്കാൻ പോകുന്നുള്ളവരൊക്കെ എനിക്ക് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് ഒരു 10 മണിയൊക്കെ ആവും ഇവിടുന്ന് പോകുമ്പോൾ. അവർ കൊച്ചിയിലോട്ടാണ്, അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തോട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇറങ്ങുകയാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പം വേറെ ഷൂട്ടിങ്ങൊന്നുമില്ല, ഇങ്ങോട്ട് വന്ന് കാണിച്ചത് തന്നെയാണ്. പിന്നെ അടുത്തൊരു വീഡിയോയിൽ വേറൊരു റൈഡ്, ഇനിയിപ്പം അടുത്തൊരു റൈഡ് പറഞ്ഞാൽ വരുന്നുണ്ട്. അപ്പോൾ വേറൊരു റൈഡുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞാനും സന്തോഷമാവും എനിക്കും. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം.